ലാൻഡ് ആൻഡ് ദെയർ എവല്യൂഷനിലെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ വിൻഡിൻ്റെ ആക്ടിവിറ്റി മൂലം എന്തൊക്കെ ലാൻഡ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കാം. ഇത്തരത്തിലുള്ള വിൻഡ് ആക്ടിവിറ്റി കൂടുതൽ കാണപ്പെടുന്നത് ഹോട്ട് എയറിഡ് ഡെസേർട്സിലായിരിക്കും. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ അത് ഡെസേർട്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സണ്ണിനോട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലോർസ് പെട്ടെന്ന് ഹീറ്റഡ് അപ്പ് ആവും, പെട്ടെന്നാണ് ഒരുപാട് ഹീറ്റഡ് അപ്പ് ആവുകയും ചെയ്യും. It gets heated up too much and too quickly because of being dry and barren. അപ്പോൾ ഇങ്ങനെ ഫ്ലോർ ഹീറ്റഡ് അപ്പ് ആകുമ്പോഴത്തേക്കും അതിന് മുകളിലുള്ള മുകളിലുള്ള എയറും കൂടെ ചൂടാകും. ആൻഡ് ആസ് എ റിസൾട്ട് ഈ ഹോട്ട് എയർ എന്ന് പറയുന്നത്, ചൂടായിട്ടുള്ള എയർ എന്ന് പറയുന്നത് റൈസപ്പ് ആകും, മുകളിലേക്ക് റൈസപ്പ് ആവും വിത്ത് ഗ്രേറ്റ് ടെർബുലൻസ്. ആൻഡ് അത് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒബ്സ്ട്രക്ഷൻ എൻ്റെ പാത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എഡീസ്, പിന്നെ വേൾവിൻഡ്സ്, അപ്പ് ഡ്രാഫ്റ്റ്സ് ആൻഡ് ഡൗൺ ഡ്രാഫ്റ്റ്സ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യും. ഇനി ഈ ഹോട്ട് ലൈറ്റ് വിൻഡ് എയർ മുകളിലേക്ക് പോകുന്ന കൂടാതെ വിൻഡ്സ് ഡെസേർട്ടിൻ്റെ ഫ്ലോറിൽ കൂടെ മൂവ് അലോങ് ദ ഡെസേർട്ട് ഫ്ലോർ വിത്ത് ഗ്രേറ്റ് സ്പീഡ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഇൻ ദെയർ പാത്ത് ഗ്രേറ്റ് ടർബുലൻസ്. ഇനി ഇവിടെ സ്റ്റോം വിൻഡ്സും കാണപ്പെടാറുണ്ട്. അതെന്ന് പറയുന്നത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഈ ഫ്ലോറിൽ കൂടെ പോകുന്ന ഈ നോർമലി കാണപ്പെടുന്ന വിൻഡിനേക്കാളും കുറച്ചും കൂടി ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും സ്റ്റോം വിൻഡ്സ് എന്ന് പറയുന്നത്. ഈ വിൻഡ് കാരണം 3 പ്രോസസ്സ് അവിടെ സംഭവിക്കും: ഡിഫ്ലേഷൻ, അബ്രേഷൻ ആൻഡ് ഇമ്പാക്റ്റ്. ഡിഫ്ലേഷൻ, അബ്രേഷൻ, ഇമ്പാക്റ്റ്. ഡിഫ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോക്സിൻ്റെ സർഫസിൽ നിന്നും, അവിടെ കാണപ്പെടുന്ന ബാരനായിട്ടുള്ള റോക്സിൻ്റെ സർഫസിൽ നിന്നും പൊടികൾ അല്ലെങ്കിൽ സ്മാൾ പാർട്ടിക്കിൾസ്, അത്തരത്തിലുള്ള സ്മാൾ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് അതിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. അതാണ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ ഇൻക്ലൂഡ്സ് ലിഫ്റ്റിംഗ് ആൻഡ് റിമൂവൽ ഓഫ് ഡസ്റ്റ് ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ് ഫ്രം ദ സർഫസ് ഓഫ് റോക്ക്. അപ്പം ഡിഫ്ലേഷൻ കഴിഞ്ഞു. ഇനി അബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോഴാണ് ശ്രമിക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ സാൻഡും സിൽറ്റും ഇതിലുണ്ടാവുമല്ലോ. ഈ വിൻഡിൽ കാണപ്പെടുന്ന സാൻഡ് ആൻഡ് സിൽറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റീവ് ടൂളായിട്ട് ലാൻഡ് സർഫസിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടു. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ആണ്. ദ ഇമ്പാക്റ്റ് ഇസ് സ്ലൈറ്റ്ലി ഷിയർ ഫോഴ്സ് ഓഫ് മൊമെൻറ്റം. ഇതെന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഓഫ് മൊമെൻറ്റം ആണ്, വിച്ച് ഒക്യൂർസ് വെൻ ദ സാൻഡ് ഈസ് ബ്ലോൺ ഇൻ ടു ഓർ എഗെയിൻസ്റ്റ് റോക്ക് സർഫസ്. ഒരു റോക്ക് സർഫസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിലേക്കോ ഒരു സാൻഡ് ബ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷിയർ ഫോഴ്സ് ഓഫ് മൊമെൻറ്റമാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇത് സാൻഡ് ബ്ലാസ്റ്റിംഗ് ഓപ്പറേഷനോട് സിമിലറാണ്. അപ്പോൾ വിൻഡ് ഡിഫ്ലേഷൻ ഉണ്ടാക്കും, അബറേഷൻ ഉണ്ടാക്കും, ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ഓഫ് മൊമെൻറ്റമാണ്. അബറേഷൻ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് വരുമ്പോഴാണ്. പിന്നെ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് റോക്ക് സർഫസിൻ്റെ മുകളിലുള്ള സാൻഡ് ആൻഡ് സിൽറ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന പരിപാടിയാണ്. ഇത്തരത്തിൽ വിൻഡിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് ഒരുപാട് ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷൻ ഫീച്ചേഴ്സ് ഡെസേർട്ടിൽ കാണപ്പെടുന്നു. ആൻഡ് ഇൻ ഫാക്ട് മെനി ഫീച്ചേഴ്സ് ഓഫ് ദ ഡെസേർട്ട് ഓ ദെയർ ഫോർമേഷൻ ടു മാസ് വേസ്റ്റിംഗ് ആൻഡ് റണ്ണിങ് വാട്ടർ ആസ് ഷീറ്റ് ഫ്ലഡ്സ്. നോർമലി ഡെസേർട്ടിൽ റെയിൻ ഭയങ്കര കുറവാണ് കിട്ടുക. റെയിൻ കിട്ടുന്നത് തന്നെ ഭയങ്കര റെയർ ആയിട്ടേ കിട്ടാറുള്ളൂ, സ്കാഴ്സ് ആണ്. ആൻഡ് അത് വരുന്ന സമയത്ത് ടൊറൻഷ്യൽ റെയിൻ ആയിരിക്കും സംഭവിക്കുക ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ നോർമലി റെയിൻ ഭയങ്കര റെയർ ആണ്, പക്ഷേ വരുന്ന സമയത്ത് ഹെവി റെയിൻ ആയിരിക്കും പിന്നെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇനി ഡെസേർട്ട് റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വെജിറ്റേഷൻസ് ഒന്നും തന്നെ കാണപ്പെടത്തില്ല. എന്തെങ്കിലും ട്രീയോ അതുപോലെയുള്ള അല്ലെങ്കിൽ ഷബ്സ് അങ്ങനെ ഭയങ്കര കുറവാണ്. വെജിറ്റേഷൻസ് നോർമലി ഇല്ല. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഇത് എക്സ്പോസ്ഡ് ടു മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ വെതറിംഗ് പ്രോസസ് ഡ്യൂ ടു ഡ്രാസ്റ്റിക് ഡയോണൽ ടെമ്പറേച്ചർ റേഞ്ചസ്. അപ്പം ഹോട്ട് എയറിഡ് റീജിയൻ ആണ്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡയോണൽ റേഞ്ചസ് ഭയങ്കര എന്താണെന്ന് പറയുക ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ വെതറിങ്ങിനോട് എക്സ്പോസ്ഡ് ആവും. ഇതിൻ്റെ ഫലമായിട്ട് അത് പെട്ടെന്ന് തന്നെ ഡീക്കേ ആവും. എന്നിട്ട് ഈ ടൊറൻഷ്യൽ റെയിൻ വരുമ്പോൾ, ഹെവി റെയിൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീക്കേ ആയിട്ടുള്ള വെതേർഡ് മെറ്റീരിയൽസ്, ഇങ്ങനെ വെതേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പെട്ടെന്ന് റിമൂവ് ആകാനത് ഈ മഴ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്, ദ വെതർ ഡെബ്രീസ് ഇൻ ഡെസേർട്സ് ഇസ് മൂവ്ഡ് ബൈ നോട്ട് ഓൺലി വിൻഡ് ബട്ട് ഓൾസോ ബൈ റെയിൻ ഓർ ഷീറ്റ് വാഷ്. അപ്പോൾ റെയിൻ ഓർ ഷീറ്റ് വാഷും വിൻഡുമാണ് ഇവിടെ മെയിനായിട്ടും ആക്ട് ചെയ്യുന്നത് എന്തിന്, ഈ വെതേർഡ് മെറ്റീരിയൽസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഇതിൽ വിൻഡ് ശരിക്കും ക്യാരി ചെയ്യുന്ന ഫൈൻ പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്യുന്നത്. മാസ് ഇറോഷൻ നടക്കുന്നത് ഈ ഷീറ്റ് ഫ്ലഡ്സോ ഷീറ്റ് വാഷോ നടക്കുമ്പോഴാണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് പോകുന്നത്. ഫൈൻ മെറ്റീരിയൽസ് എല്ലാം എപ്പോഴും വിൻഡ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. ഇവിടെ കാണുന്ന സ്ട്രീം ചാനൽസ് എന്ന് പറയുന്നത് ഡെസേർട്ടിലെ സ്ട്രീം ചാനൽസ് എന്ന് പറയുന്നത് ബ്രോഡ് ആയിരിക്കും, സ്മൂത്ത് ആൻഡ് ഇൻഡെഫിനിറ്റ് ആൻഡ് ഫ്ലോ ഫോർ എ ബ്രീഫ് ടൈം ആഫ്റ്റർ റെയിൻസ്. Pediment and pediplains. Landscape evolution desert is primarily concerned with the formation and extension of pediments. Pediments എന്ന് പറയുമ്പോഴത്തേക്കും ജെൻറ്റ്ലി ഇൻക്ലൈൻഡ് റോക്ക് ഫ്ലോസ് ക്ലോസ് ടു മൗണ്ടെയിൻ അറ്റ് ദിയർ ഫുട്ട്. മൗണ്ടെയിൻസിൻ്റെ ഫുട്ടിലാണ് കാണപ്പെടുന്നത്. അത് അവിടെ ഇങ്ങനെ കാണപ്പെടുന്ന ജെൻറ്റ്ലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റോക്ക് ഫ്ലോർ ആയിട്ട് കാണപ്പെടുന്നു. Gently inclined rock floors close to the mountains at their foot with or without a thin cover of debris. അപ്പോൾ ചിലപ്പോൾ ഡെബ്രിസ് കാണാൻ പറ്റേക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ഇത്തരത്തിൽ കാണപ്പെടുന്ന ജെൻറ്റ്ലി ഇൻക്ലൈൻഡ് റോക്ക് ഫ്ലോസിനെയാണ്, മൗണ്ടെയിൻസിൻ്റെ ഫൂട്ടിൽ കാണപ്പെടുന്നതാണ്. അതിൽ ചിലപ്പോൾ ഡെബ്രിസ് കാണും, ചിലപ്പോൾ ഡെബ്രിസ് കാണത്തില്ല. ഇതിനെയാണ് പെഡിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സച്ച് റോക്കി ഫ്ലോസ് ഫോം ത്രൂ ദ ഇറോഷൻ ഓഫ് മൗണ്ടെയിൻ ഫ്രണ്ട്.
മൗണ്ടെയിനിൽ തന്നെ ഇറോഷൻ നടന്നിട്ടാണ്, മൗണ്ടെയിൻ ഫ്രണ്ടിൻ്റെ ഇറോഷൻ നടന്നിട്ടാണ് ഈ തരത്തിലുള്ള റോക്കി ഫ്ലോർസ് മൗണ്ടെയിൻ്റെ ഫൂട്ട്സിൽ ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇറോഷൻ നടക്കുന്നത്? ബൈ കോമ്പിനേഷൻ ഓഫ് ലാറ്ററൽ ഇറോഷൻ ബൈ സ്ട്രീംസ് കാരണം, ഷീറ്റ് ഫ്ലഡിങ് കാരണം. അപ്പം സ്ട്രീംസ് കാരണം, ഷീറ്റ് ഫ്ലഡിങ് കാരണം എന്താണ്, മൗണ്ടൻ ഫ്രണ്ടിനെ ലാറ്ററലി ഇറോഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫൂട്ടിലായിട്ട് റോക്കി ഫ്ലോർസ് ഫോം ചെയ്യുന്നു. ഇതാണ് പെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മൗണ്ടൈൻ്റെ ഫൂട്ട്സിൻ്റെ അവിടെയായിട്ട് എന്താണ് പെഡിമെൻറ്റ്സ് കാണപ്പെടുന്നു. Erosion starts along the steep margins of the landmass or the steep side of the tectonically controlled steep incision features over the landmass. അപ്പം ഇറോഷൻ ഒന്നുകിൽ ലാൻഡ് മാസിൻ്റെ സ്റ്റീപ്പ് മാർജിൻസിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെക്ടോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ലാൻഡ് മാസിന് തന്നെ സ്റ്റീപ്പ് ഇൻസിഷൻ ഫീച്ചേഴ്സ് ഉണ്ടാകും, അതിൻ്റെ സ്റ്റീപ്പ് സൈഡ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. Once the pediments are formed with a steep wash-up followed by cliff or free face above it, the steep wash-up and the free face retreat backwards. This method of erosion is termed as parallel retreat of slopes. ഇതിനെ പറയുന്ന parallel retreat of slopes എന്ന് പറയുന്നത് ത്രൂ ബാക്ക് വേസ്റ്റിംഗ്. അപ്പം പാരലൽ റിട്രീറ്റ് ഓഫ് സ്ലോപ്പ് വഴി ദ പെഡിമെൻറ്റ്സ് എക്സ്റ്റെൻഡ് ബാക്ക്വേർഡ്സ്, പെഡിമെൻറ്റ്സ് ബാക്ക്വേർഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ബാക്ക്വേർഡിൽ എന്താണ് മൗണ്ടൻ ആണുള്ളത്, അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ മൗണ്ടൻ ഫ്രണ്ട്. ആൻഡ് ഗ്രാജുവലി ദ മൗണ്ടൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്, പതുക്കെ മൗണ്ടൻ ഫീച്ചർ റെഡ്യൂസ് ആവും. ആൻഡ് ലീവിങ് ആൻ ഇൻസെൽബർഗ് വിച്ച് ഈസ് എ റെംനാൻറ്റ് ഓഫ് ദ മൗണ്ടൻ. അപ്പം ഇൻസെൽബർഗ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ്റെ റെംനാൻറ്റ് ആണ്, നമുക്ക് മനസ്സിലായി. അത് എപ്പോഴാണ് ഇൻസെൽബർഗായിട്ടൊരു മൗണ്ടൻ മാറുന്നത്? ഒരു മൗണ്ടൻ ഇൻസെൽബർഗായിട്ട് മാറുന്നത് പാരലൽ റിട്രീറ്റ് ഓഫ് സ്ലോപ്സ് നടന്നിട്ട് പെഡിമെൻറ്റ്സ് ബാക്ക്വേർഡ് എക്സ്റ്റൻഷൻ നടത്തുമ്പോഴാണ്. That's how the high relief in the desert areas is reduced to low featureless plains, called പെഡി പ്ലെയിൻസ്. അത്തരത്തിൽ ഹൈ റിലീഫിനെ റെഡ്യൂസ് ചെയ്ത് ഇവൻച്വലി ഒരു പെഡി പ്ലെയിൻ പോലെ ഫീച്ചർലെസ് പ്ലെയിൻ ആക്കി മാറ്റും. അപ്പോൾ ഒരു മൗണ്ടൻ അതിൻ്റെ ഇവിടെയായിട്ട് പെഡിമെൻറ്റ്സ് കാണപ്പെടും. പിന്നീട് പാരലൽ റിട്രീറ്റ് ഓഫ് സ്ലോപ്പ്, അത് ബാക്ക് വേസ്റ്റിംഗ് വഴി എന്ത് ചെയ്യും, ഇതിനെ റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ പിന്നെ മൗണ്ടൻ എന്ന് പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന സംഭവമൊക്കെ റെഡ്യൂസ്ഡ് ആയിട്ട് ഇൻസെൽബർഗ് ചെറിയ ഇതായിട്ട് മാറും. അവിടെ മൗണ്ടൈന് പകരം പിന്നെ ഇൻസെൽബർഗ്സ് ആണുള്ളത്. ഇത്തരത്തിൽ എന്താകും, പിന്നെ പെഡി പ്ലെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഫീച്ചർലെസ് പ്ലെയിൻ ആയിട്ട് മാറും. ഇവിടെ തന്നെ ഈ ഫിഗറിൽ തന്നെ പ്ലയാ ലേക്ക് ഡെവലപ്മെൻറ്റ് എന്നൊരു സംഭവം കണ്ടു. അപ്പോൾ ഈ പ്ലയാ ലേക്കും ഇറോഷൻ ഫീച്ചർ കൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻ ബേസിൻസ് വിത്ത് മൗണ്ടെയ്ൻസ് ആൻഡ് ഹിൽസ് around and along, the drainage is towards the center of the basin, and due to a gradual deposition of sediments from basin margins, a nearly level plain forms at the center of the basin. ബേസിൻ്റെ സെൻറ്ററിൽ ഈ ഡിപ്പോസിഷൻ കാരണം ഒരു നിയർലി ലെവൽ ആയിട്ടുള്ള പ്ലെയിൻ ഫോം ചെയ്യും. ഇൻ ടൈംസ് സഫീഷ്യൻറ്റ് വാട്ടർ ഉണ്ടാകുന്ന സമയത്ത്, വാട്ടർ അവൈലബിൾ ആകുന്ന സമയത്ത് ദിസ് പ്ലെയിൻ ഈസ് കവേർഡ് അപ്പ് ബൈ എ ഷാലോ വാട്ടർ ബോഡി. സഫീഷ്യൻറ്റ് വാട്ടർ അവൈലബിൾ ആവുന്ന ടൈമിൽ മാത്രം, എപ്പോഴും അല്ല, സഫീഷ്യൻറ്റ് വാട്ടർ അവൈലബിൾ ആവുന്ന ടൈമിൽ ഈ പ്ലെയിനിലെന്ന് പറയുന്നത് ഷാലോ വാട്ടർ ബോഡി ആയിട്ട് മാറിയേക്കാം. Such type of shallow lakes are called playas, where water is retained only for a short duration. ഇത്തരത്തിൽ കാണപ്പെടുന്ന ഷാലോ ലേക്സ് ആണ് പ്ലേയാസ് എന്ന് പറയുന്നത്. അവിടെ വെള്ളം എന്ന് പറയുന്നത് കുറച്ച് അവൈലബിൾ ആവുന്ന ടൈമിൽ മാത്രമേ അവിടെ കാണത്തുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ്, ഇവാപ്പറേഷൻ അവിടെ നല്ലോണം നടക്കുന്നതാണ്. അപ്പം ഈ വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ആയിപ്പോൾ. ആൻഡ് മെയിൻലി ഈ പ്ലേയാസിൽ, ഡെസേർട്ട് ഏരിയസിൽ ഈ പ്ലേയാസിലെന്ന് പറയുന്നത് ഗുഡ് എമൗണ്ട് ഓഫ് സോൾട്ട് കാണപ്പെടാറുണ്ട്. അതിൻ്റെ പ്ലയാ പ്ലെയിൻ കവേർഡ് അപ്പ് ബൈ സോൾട്ടിനെ പറയുന്ന പേരാണ് ആൽക്കലി ഫ്ലാറ്റ്സ്. നെക്സ്റ്റ് ഡിഫ്ലേഷൻ ഹോളോസ് ആൻഡ് കേവ്സ് ആണ്. വിൻഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഒരു സൈഡിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വിൻഡ് മൂവ് ചെയ്യുമ്പം വിൻഡ് കറൻസിൻ്റെ ഈ ആക്ടിവിറ്റി ഡയറക്ഷൻ മൂലം എന്താണ് വെതേർഡ് മാൻഡിൽ, റോക്സിൻ്റെ അവിടെ നിന്നുള്ളതോ അല്ലെങ്കിൽ സോയിലിനുള്ളതോ ആയിട്ടുള്ള വെതേർഡ് മാൻഡിൽ എന്ന് പറയുന്നത് ഈ പെർസിസ്റ്റന്റ് മൂവ്മെൻറ്റ് ഓഫ് വിൻഡ് കാരണം എന്ത് സംഭവിക്കും, ആ ഒരു ഏരിയയിൽ നിന്ന് ബ്ലോൺ ഔട്ട് ആയിപ്പോൾ. ആൻഡ് ദിസ് പ്രോസസ് മേ ക്രിയേറ്റ് ഷാലോ ഡിപ്രഷൻസ്. ഇത്തരത്തിൽ ഷാലോ ഡിപ്രഷനെ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. ഇതുപോലെ ചെറിയ പിറ്റ്സും ക്യാവിറ്റീസും ഒക്കെ റോക്ക് സർഫസസിൽ ഈ ഡിഫ്ലേഷൻ കാരണം വരും. നമ്മളിവിടെ പറഞ്ഞ ഡിഫ്ലേഷൻ ഇൻക്ലൂഡ്സ് ലിഫ്റ്റിംഗ് ആൻഡ് റിമൂവൽ ഓഫ് ഡസ്റ്റ് ആൻഡ് സ്മോളർ പാർട്ടിക്കൽസ് ഫ്രം ദ സർഫസ് ഓഫ് റോക്സ്. ഇപ്പോൾ റോക്സിൻ്റെ സർഫസിൽ നിന്ന് ഈ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കൽസിനൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ വെതേർഡ് മാൻഡിലിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സ്മോൾ പിറ്റ്സ് ആൻഡ് ക്യാവിറ്റീസ് ഒക്കെ ഡെവലപ്പ് ആവാം. ഇത് കൂടാതെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ, വിൻഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലുള്ള പാർട്ടിക്കിൾസും കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യല്ലേ, അപ്പോൾ അത് കാരണം അബറേഷൻ നടക്കാം. റോക്ക് ഫേസസ് സഫർ ഇമ്പാക്റ്റും അബറേഷനും of windborne sand, and first shallow depressions called blowouts are created, and some of the blowouts became deeper. എന്നിട്ട് ബ്ലോഔട്ട്സ് ഡീപ്പർ ആയിട്ടാണ് കേവ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ the rock faces suffer impact and abrasion of windborne sand, and first shallow depressions are called blowouts are created, and some of the blowouts become deeper and wider, fit to be called caves. Next, mushroom tables and pedestal rocks. വലിയ പാറകളെന്ന് പറയുന്നത് ഈസിലി സസെപ്റ്റബിൾ ടു വിൻഡ് ഡിഫ്ലേഷൻ
ആൻഡ് ഓൾസോ അബ്രേഷൻ. ഈ ഡിഫ്ലേഷൻ അബ്രേഷൻ ഇവിടെ നടക്കും. ആൻഡ് ബോൺ ഔട്ട് ക്വിക്ലി ലിവിങ് സം റെമിനാൻസ് ഓഫ് റെസിസ്റ്റൻറ്റ് റോക്സ്. കുറച്ച് റെസിസ്റ്റൻറ്റ് റോക്കിൻ്റെ മാത്രം, ബാക്കി പെട്ടെന്ന് ഇറോഡഡ് ആവുന്നവയ്ക്ക് അങ്ങ് പോകും. ബാക്കി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെയിൻ റോക്ക് എന്ന് പറയുന്നത് അവിടെ നിൽക്കും. എന്നിട്ട് ഇത് ഇവൻ്റലി പോളിഷ്ഡ് ബ്യൂട്ടിഫുള്ളി ഇൻ ദ ഷേപ്പ് ഓഫ് മഷ്റൂം വിത്ത് എ സ്ലെൻഡർ സ്റ്റോക്ക് ആൻഡ് ബ്രോഡ് ആൻഡ് റൗണ്ടഡ് പിയർ ഷേപ്ഡ് ക്യാപ്പ് എബവ്. സംടൈംസ് ദ ടോപ്പ് സർഫസ് ഈസ് ബ്രോഡ് ലൈക്ക് എ ടേബിൾ ടോപ്പ്. ചിലപ്പോൾ അത് ടോപ്പ് സർഫസ് എന്ന് ടേബിൾ ടോപ്പ് പോലെ ആയിരിക്കും. ആൻഡ് ക്വൈറ്റ് ഓഫൺ റെമിനൻറ്റ് സ്റ്റാൻഡ് ഔട്ട് ലൈക്ക് പെഡസ്റ്റൽസ്. അപ്പോൾ ഇത്തരത്തിൽ മെയിനായിട്ടും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള റോക്ക് മാത്രം അവിടെ നിൽക്കും, ബാക്കിയെല്ലാം ബോൺ ഔട്ടായി പോകും. ബിക്കോസ് അബറേഷൻ കൂടുതലും കാണപ്പെടുന്ന ഗ്രൗണ്ട് ലെവലിലായിരിക്കും. ഫ്ലോറിൽ കൂടെ മൂവ് ചെയ്യുന്ന മെയിൻ വിൻഡാണ് ഇത് കാരണമാവുന്നത്. പിന്നെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള റോക്ക് മാത്രം അവിടെ അങ്ങനെ നിൽക്കും. ഡിപ്പോസിഷൻ ലാൻഡ്ഫോംസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യം, വിൻഡ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സോർട്ടിംഗ് ഏജൻറ്റാണ്. പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്യും മെറ്റീരിയൽസിനെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വെലോസിറ്റി ഓഫ് ദ വിൻഡ്, different sizes of grains are moved along the floors by rolling or saltation and carried in suspension, and in this process of transportation itself the materials get sorted. Materials proper ആയിട്ട് sort ചെയ്തിട്ടാണ് വിൻഡ് ട്രാവൽ ചെയ്യുന്നത്. When the wind slows or begins to die down, depending upon the sizes of grains and their critical velocities, the grains will begin to settle. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. പോകുമ്പോൾ വിൻഡ് കുറച്ച് പതുക്കെ ആകുമ്പോഴത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ് അതിൻ്റെ വെലോസിറ്റി, ക്രിട്ടിക്കൽ വെലോസിറ്റിയും അതിൻ്റെ ഗ്രെയിൻ സൈസും ഒക്കെ വെച്ചിട്ട് പതുക്കെ സെറ്റിലായി തുടങ്ങും, ഫ്ലോറിൽ വീണ് തുടങ്ങും. ഇത്തരത്തിൽ ഡിപ്പോസിഷൻ സംഭവിക്കും. അപ്പം ഡെസേർട്ട് ഏരിയാസിൽ, ഏറിഡ് ഏരിയാസിൽ അല്ലെങ്കിൽ വിൻഡ് ക്രിയേറ്റ് ചെയ്ത ലാൻഡ് ഫോംസ് ഉള്ള ഏരിയാസിൽ ഗുഡ് സോർട്ടിങ് ഓഫ് ഗ്രെയിൻസ് ക്യാൻ ബി ഫൗണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതലും ഡിപ്പോസിഷൻ ഫീച്ചർ പറയുന്നത് സാൻഡ് ഡ്യൂൺസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാൻഡ് ഡ്യൂൺസ് നമുക്ക് ഡെസേർട്ട് ഏരിയാസിൽ കാണപ്പെടാൻ പറ്റും. ടെക്സ്റ്റിലാണെങ്കിലും ബെർക്കൻസ്, സേഫ്, പാരബോളിക്, ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാൻഡ് ഡ്യൂൺസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബെർക്കൻസ്. കണ്ടല്ലോ, ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ബെർക്കൻസ്. ട്രാൻസ്വേഴ്സ്, ഇത് ബെർക്കൻസ്, ഇത് പാരബോളിക് ഡ്യൂൺസ്. ക്രസൻറ്റ് ഷേപ്ഡ് ഡ്യൂൺസ് ആണ് ബെർക്കൻസ് എന്ന് പറയുന്നത്. ക്രസൻറ്റ് ഷേപ്ഡ് ഡ്യൂൺസ് കാൾഡ് ബെർക്കൻസ് വിത്ത് പോയിൻറ്റ്സ് ഓർ വിങ്സ് ഡയറക്റ്റഡ് അവേ ഫ്രം ദി വിൻഡ് ഡയറക്ഷൻ. വിൻഡ് ഡയറക്ഷൻ്റെ അവേ ആയിട്ടായിരിക്കും ഇതിൻ്റെ പോയിൻറ്റ്സ് കാണപ്പെടുക, അല്ലെങ്കിൽ വിങ്സ് കാണപ്പെടുക. ഇത്തരത്തിലാണ് വിൻഡ് ഡയറക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ടെയിൽ കാണപ്പെടുക, വിങ്സ് കാണപ്പെടുക. ദാറ്റ് ഈസ് ഡൗൺ വിൻഡ്. നെക്സ്റ്റ് പാരബോളിക് ഡ്യൂൺസ് ആണ്. പാരബോളിക് ഡ്യൂൺസ് ഫോം ചെയ്യുന്നത് സാൻഡി സർഫസിൽ കുറച്ചൊക്കെ ഒരു വെജിറ്റേഷൻ കവർ ഉണ്ടെങ്കിലാണ് പാരബോളിക് ഡ്യൂൺസ് ഫോം ചെയ്യുക. പാരബോളിക് ഡ്യൂൺസ് ഫോം വെൻ ദ സാൻഡി സർഫസ് ആർ പാർഷ്യലി കവേർഡ് ബൈ വെജിറ്റേഷൻ. ദാറ്റ് മീൻസ് പാരബോളിക് ഡ്യൂൺസ് ആർ റിവേഴ്സ്ഡ് ബർക്കൻസ് വിത്ത് വിൻഡ് ഡയറക്ഷൻ ബീങ് സെയിം. വിൻഡ് ഡയറക്ഷൻ സെയിം ആയിരിക്കും, പക്ഷേ ഇവൻ്റെ പാരബോളിക് ഡ്യൂൺസ് എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് ബർക്കൻസ് ആയിരിക്കും. വിൻഡ് ഡയറക്ഷൻ സെയിം ആയിരിക്കും, പക്ഷേ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ബർക്കൻ എന്ന് പറയുന്നതായിരിക്കും പാരബോളിക് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഇതിൽ വിൻഡ് ഇതിങ്ങനെയാണ് വരുന്നത്. വിൻഡ് വരുമ്പോഴത്തേക്കും ബർക്കൻസ് എന്ന് പറയുന്നത്, ബർക്കൻസിൻ്റെ വിങ് എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ്സ് അല്ല, ബർക്കൻസ് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ വിൻഡ് ഡയറക്ഷന് വിൻഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പാരബോളിക് ഡ്യൂൺസ് ആകുമ്പോഴത്തേക്കും ബർക്കൻസിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ വരും. നെക്സ്റ്റ് സേഫ് ആണ്. സേഫ് ഈസ് സിമിലർ ടു ബർക്കൻ. ബർക്കനോട് സിമിലർ തന്നെയാണ്, സിമിലർ ടു ബർക്കൻ വിത്ത് സ്മോൾ ഡിഫറൻസ്. സേഫ് ഹാസ് ഓൺലി വൺ വിങ് ഓർ പോയിന്റ്. സിമിലർ ടു ബർക്കൻ ആണ്, പക്ഷേ സേഫിന് ഒരു വിങ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രമേ. ഇതാണ് സേഫ്. വിൻഡ് ഡയറക്ഷൻ ഇതാണ്. നോർമലി ബർക്കൻസ് എന്ന് പറയുന്നത് വിൻഡ് ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ബർക്കൻസ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് തുടച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. ദിസ് ഹാപ്പൻസ് വെൻ ദർ ഈസ് ഷിഫ്റ്റ് ഇൻ വിൻഡ് കണ്ടീഷൻ. വിൻഡ് കണ്ടീഷൻ ഷിഫ്റ്റ് വരുമ്പോഴായിരിക്കും. ദ ലോൺ വിങ്സ് ഓഫ് സിങ്സ് ക്യാൻ ഗ്രൂ വെരി ലോങ് ആൻഡ് ഹൈ. അതെന്ന് പറയുന്നത് ആ ഒറ്റ വിങ്ങേ ഉള്ളെങ്കിലും അതിന് ഭയങ്കര ലോങ് ആൻഡ് ഹൈയിലേക്ക് അത് ഗ്രോ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ആണ്. ഇറ്റ് ഫോംസ് വെൻ സപ്ലൈ ഓഫ് സാൻഡ് സപ്ലൈ ഇല്ല ആൻഡ് വിൻഡ് ഡയറക്ഷൻ കോൺസ്റ്റൻ്റ്, പക്ഷേ സാൻഡ് സപ്ലൈ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ഫോം ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? സാൻഡ് സപ്ലൈ എന്ന് പറയുന്നത് പുവറാണ്, പക്ഷേ വിൻഡ് ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. ദേ അപ്പിയർ ആസ് ലോങ് റിഡ്ജസ് ഓഫ് കൺസിഡറബിൾ ലെങ്ത് ബട്ട് ലോ ഇൻ ഹൈറ്റ്. അതിന് കൺസിഡറബിൾ ലെങ്ത് ഉണ്ടായിരിക്കും, പക്ഷേ ഹൈറ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് ആണ്. അതിന് പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് എന്ന് പറയുന്നത് ഇതിനെന്ന് പറയുന്നത് സാൻഡ് സപ്ലൈ കുറവാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് മാത്രമേ ഇങ്ങനെ മാത്രമേ അറേഞ്ച് ചെയ്യുള്ളൂ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് എന്ന് പറയുന്നതിന് ഹൈറ്റ് കുറവാണ്, പക്ഷേ ലെങ്ത് മാത്രമേ കൂടുതൽ കാണുള്ളൂ. ലെങ്ത് നല്ല രീതിയിൽ കാണും. നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ്. ഇത് അലൈൻഡ് പെർപെൻഡിക്കുലർ ടു വിൻഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ട്രാൻസ്വേഴ്സ് ഡ്യൂൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. ദീസ് ഡ്യൂൺസ് ഫോം വെൻ ദ വിൻഡ് ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് ദ സോഴ്സ് ഓഫ് സാൻഡ് ഇസ് ആൻ ഇലോങ്ങേറ്റഡ് ഫീച്ചർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ വിൻഡ് ഡയറക്ഷൻ. എവിടെ നിന്നാണോ ഈ വിൻഡ് സാൻഡിനെ കളക്ട് ചെയ്യുന്നത് ആ സാൻഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ഫീച്ചറാണ്. വിൻഡ് ഡയറക്ഷൻ്റെ റൈറ്റ് ആംഗിളായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടുന്ന് സാൻഡ് കളക്ട് ചെയ്തിട്ട് ഫോം ചെയ്യിക്കുന്ന ഡ്യൂണാണ് ട്രാൻസ്വേഴ്സ് ഡ്യൂൺ. അപ്പോൾ അതെന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. വിൻഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഇതാണ് വിൻഡ് ഡയറക്ഷൻ എങ്കിൽ ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ദേ മേ ബി വെരി ലോങ് ആൻഡ്
low in height. And height കുറവായിരിക്കും പക്ഷേ long ആയിരിക്കും, length ഉണ്ടായിരിക്കും. When the sand is plenty, quite often the rectangular shaped dunes, callous and loess their individual characteristics. When the sand is plenty, quite often the regular shaped dunes, callous and loess their individual characteristics. Most of the dunes in the desert shift and a few of them will get stabilized, especially near human habitats. അപ്പോൾ അത് വലിയ കാര്യമില്ല. പക്ഷേ ഡ്യൂൺസ് നോക്കുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്യൂൺസ് നോക്കുക, അതിൻ്റെ ഡയറക്ഷൻസ് നോക്കുക. ബർക്കൻ ആണെങ്കിൽ വിൻഡ് ഡയറക്ഷൻ എഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ വിങ്സ് അറേഞ്ച് ചെയ്യുന്നത്. സേഫ് എന്ന് പറയുന്നത് ബർക്കൻ തന്നെയാണ്, ബർക്കൻ്റെ ഒരു ടൈപ്പാണ്, പക്ഷേ അതിന് ഒരു ഒറ്റ പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. വിൻഡ് ഡയറക്ഷന് ബാക്കി അതൊക്കെ സെയിം ആണ്. പാരബോളിക് എന്ന് പറയുന്നത് റിവേഴ്സ് ബർക്കൻസ് ആണ്, വിൻഡ് ഡയറക്ഷനോട് തിരിഞ്ഞായിരിക്കും. അപ്പം വിൻഡ് ഡയറക്ഷനോട് സെയിം ആയിരിക്കും, അപ്പം പാരബോളിക്കിൻ്റെ വിങ്സ് വരിക. ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും വിൻഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് സാൻഡ് സപ്ലൈ പുവർ ആകുമ്പോഴാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വരുന്നത്. നമുക്ക് MCQs നോക്കാം. In which of the following stages of landform development downward cutting is done? Downward cutting ഏറ്റവും ഡൊമിനൻ്റായിട്ട് കാണപ്പെടുന്നത് യൂത്ത് സ്റ്റേജിലാണ്. A deep valley characterized by steep step-like side slopes is known as steep step-like side slope ആണ്. അങ്ങനെ നമ്മൾ കേട്ടുള്ള കാനിയോൺസിനാണ്. Next, in which one of the following regions the chemical weathering process is more dominant than the mechanical process? Chemical weathering process കൂടുതൽ നടക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാസ്റ്റ് ടോപ്പോഗ്രഫിയിലൊക്കെ പറഞ്ഞാണ്. ലൈംസ്റ്റോണുള്ള ഏരിയാസിലാണ് കെമിക്കൽ വെതറിങ് കൂടുതൽ നടക്കുക, കാരണം അതിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ കണ്ടന്റ് ഉണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ബെസ്റ്റ് ഡിഫൈൻസ് ദ ടേം ലാപ്പീസ്? ലാപ്പീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാസ്റ്റിൻ്റെ ഇറോഷനിൽ പറഞ്ഞപ്പോഴാണ്, കാസ്റ്റ് ടോപ്പോഗ്രഫിയുടെ ഇറോഷനിൽ പറഞ്ഞപ്പോഴാണ്. അത് എന്തിൻ്റെ ആയിരുന്നു? ഗ്രൗണ്ട് വാട്ടറിൻ്റെ കേസിലാണ് പറഞ്ഞത്. നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക ലാപ്പീസിൻ്റെ ഡെഫിനിഷൻ. ആദ്യത്തെ ഓപ്ഷൻ സ്മോൾ ടു മീഡിയം സൈസ്ഡ് ഷാലോ ഡിപ്രഷൻ, അതവിടെ നിൽക്കട്ടെ തൽക്കാലം. അടുത്തത് ദ ലാൻഡ്ഫോം ഹൂസ് ഓപ്പണിംഗ് ഈസ് മോർ ഓർ ലെസ് സർക്കുലർ അറ്റ് ദ ടോപ്പ് ആൻഡ് ഫണൽ ഷേപ്ഡ് ടുവേർഡ്സ് ദ ബോട്ടം. ഇത് സിങ്ക് ഹോളിൻ്റെ ഡെഫിനിഷനാണ്. സിങ്ക് ഹോളിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഫണൽ ഷേപ്ഡ് ടുവേർഡ്സ് ദ ബോട്ടം എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാൻഡ്ഫോം ഫോംഡ് ഡ്യൂ ടു ഡ്രിപ്പിംഗ് ഓഫ് വാട്ടർ ഫ്രം സർഫസ്. വാട്ടർ സർഫസിൽ നിന്ന് ഡ്രിപ്പ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത്, അപ്പോൾ അതൊരു ഡിപ്പോസിഷൻ ഫീച്ചറാണ് വരുന്നത്. അപ്പോൾ അത് ലാപ്പീസ് ഒരു ഇറോഷൻ ഫീച്ചറാണ്. അപ്പം ഇതുമല്ല. പിന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റാലഗ്മൈറ്റിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമല്ല. ആൻ ഇറഗുലർ സർഫസ് വിത്ത് ഷാർപ്പ് പിന്നക്കിൾസ്, ഗ്രൂവ്സ് ആൻഡ് റിഡ്ജസ്. സ്മോൾ ടു മീഡിയം സൈസ് റൗണ്ട് സബ് റൗണ്ടഡ് ഷാലോ ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്വാലോ ഹോൾസ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ സ്വാലോ ഹോൾസ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ ഗ്രാജുവലി ദ മോസ്റ്റ് ഓഫ് ദ സർഫസ് ഓഫ് ദ ലൈംസ്റ്റോൺ ഈസ് ഈറ്റൺ അവേ ബൈ ദീസ് പിറ്റ്സ് ആൻഡ് ട്രെൻഡസ്, ലീവിംഗ് ഇറ്റ് എക്സ്ട്രീംലി ഇറഗുലർ വിത്ത് എ മെയ്സ് ഓഫ് പോയിന്റ്സ്, ഗ്രൂവ്സ് ആൻഡ് റിഡ്ജസ് ഓർ ലാപ്പീസ്. ഇതുമല്ല. ആൻസർ എന്ന് പറയുന്നത് an irregular surface with sharp pinnacles, grooves and ridges. Next, a deep, long, white trough or basin with a very steep concave high walls at its head as well as in the sides is known as. Circle നോക്കിയേ. They are deep, long and wide troughs or basin with very steep concave to vertically dropping high walls at its heads as well as sides. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ സിർക്കാണ്. ഇന്ന് MCQs മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. 30 വേർഡ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ നല്ലപോലെ കണ്ടിട്ട് ഒന്നും കൂടെ ചാപ്റ്റർ അനലൈസ് ചെയ്തിട്ട് ഈ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. താങ്ക് യു.